ഒരു നാടൊരുങ്ങിക്കഴിഞ്ഞു. നാടിന്റെ ആഘോഷം ഒരുങ്ങിക്കഴിഞ്ഞു. കലികാല സ്വരൂപണിയായ ശ്രീ മഹാദേവി സർവാഭരണ വിഭൂഷിതയാകും സർവകലാ സമ്പൂർണയായി വാണരുളുന്ന തിരുസന്നിധാനത്തിൽ ഇതാ കാവിലമ്മയുടെയും കാവടികളുടെയും മണ്ണായ ഇത്തിത്താനം ഇളങ്കാവിലമ്മയുടെ പുണ്യഭൂമിയിൽ ഇതാ ചരിത്രമുറങ്ങുന്ന ഈ പുണ്യഭൂമിയിലെ ചരിത്ര പ്രസിദ്ധമായ ഗജമേളയ്ക്കിതാ ആരവമൊരുങ്ങുകയായി. ചങ്ങലകിലുക്ക മലയടിച്ചിരുന്ന മണ്ണാണ്. മേടസൂര്യന്റെ പൊന്നിൻ കിരണങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് അമ്മയുടെ മഹോത്സവം പ്രൗഢഗംഭീരമാക്കി കൂടുന്ന ഒരു കൂട്ടം ആഘോഷ പ്രേമികളുടെ നാട്. വിവിധ ദേശങ്ങളും വിവിധ സമിതികളും വ്രതമെടുത്ത് കുംഭകുടവും കാവടിയുമായി അമ്മയെ കാണുവാൻ വന്നെത്തുന്ന നാട്. അതെ, ഇത് ഇത്തിത്താനം എന്ന പേരുകേട്ട ചരിത്രഭൂമി. ഇവിടെ ആനകളും ആനപ്പൂരങ്ങളും ഒരുങ്ങി നിൽക്കുമ്പോൾ സുരക്ഷയ്ക്കായി കച്ചകെട്ടി ഇറങ്ങുന്ന ഒരു കൂട്ടം ജനത. ആനകൾക്ക് ആളുകൾക്കും പൂർണ്ണ സുരക്ഷയൊരുക്കുവാൻ എന്തിനും തയ്യാറായി വന്നിരിക്കുന്നു തൃശൂർ ചിറ്റണ്ടിയിൽ നിന്നും എലിഫന്റ് വെൽഫെയർ ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ എലിഫന്റ് സ്ക്വാഡ്. ഗജങ്ങളുടെ രക്ഷയ്ക്കും ആചാരങ്ങളുടെ സംരക്ഷണത്തിനും സദാ സുസജ്ജമായി ഉത്സവപ്പറമ്പുകളിലുണ്ട് ഈ രക്ഷാസേന. സദാ ജാഗരൂകരായി, സദാ സേവന സന്നദ്ധരായി എവിടെയും ഓടിയെത്തുന്ന കൂട്ടുകാർ. നിരവധി അനവധി പൂരപ്പറമ്പുകളിൽ നിസ്വാർത്ഥ സേവനം കൊണ്ട് ചരിത്രം രചിച്ച ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കൂട്ടായ്മ. പൂരങ്ങളുടെ നടത്തിപ്പിനും ജനസുരക്ഷയ്ക്കും ഗജക്ഷേമത്തിനും എന്നുമെന്നും മുന്നിൽ നിൽക്കുന്ന എലിഫന്റ് വെൽഫെയർ ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ എലിഫന്റ് സ്ക്വാഡ് ആനകൾക്കും ആളുകൾക്കും അപകടങ്ങൾ സംഭവിക്കാതിരിക്കുവാൻ കരുതലായി ഇവർ ഇന്നിവിടെ ഉണ്ടാകും. ഇവരുടെ നിർദ്ദേശങ്ങളും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശങ്ങളും സ്നേഹബുദ്ധിയ അനുസരിച്ച് ഈ ആഘോഷത്തിന്റെ സുരക്ഷയ്ക്ക് നമുക്കും ഭാഗമാകാം. എലിഫന്റ് വെൽഫെയർ ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ എലിഫന്റ് സ്ക്വാഡിന്റെ സേവനങ്ങളിൽ പ്രശംസകൾ നമുക്ക് അർപ്പിക്കാം. ഒരായിരം പ്രാർത്ഥനകളോടെ, ഒരായിരം സ്നേഹത്തോടെ അമ്മയുടെ പാതാരബിന്ദങ്ങളിൽ ശിരസ് നമിച്ചുകൊണ്ട് ഒരു നാട് സമർപ്പിക്കുന്നു. 2025 ഇത്തിത്താനം ഗജമേള. കലാകാരന്മാരുടെയും സംഗമഭൂമിയായ ഇത്തിത്താനം ഇന്നിതാ ഒരുങ്ങി നിൽക്കുകയായി. ഇത്തിത്താനത്തിന്റെ ഖ്യാതി വിശ്വപ്രസിദ്ധമാക്കിയ ഗജമേളയ്ക്കായി ഒരുങ്ങി നിൽക്കുകയായി. അതെ, ഇളം വെയിൽ ഇറങ്ങുന്ന വേളയിൽ ഇഭരാജ ചേകവന്മാർ ഇതിഹാസങ്ങൾ കച്ചമിട്ടി ഈ പുണ്യഭൂമിയിലേക്ക് കടന്നു വരും. ആ സമയത്തിനിതാ നേരം കുറിക്കുകയായി ഇത്തിത്താനം ഗജമേള. കടന്നു വന്ന ഇത്തിത്താനത്തിന്റെ മണ്ണിൽ ഇന്ന് വിസ്മയമായി നിറയുന്നു കൂട്ടരെ ആനച്ചന്തം. ദേശദേശാന്തരങ്ങൾ കടന്ന് ആവേശം നുകരുവാൻ പുരുഷാരം ഒഴുകിയെത്തുന്ന നാടിന് പറയുവാനുണ്ടൊരു ചരിത്രം. തലപ്പൊക്ക വേദികൾക്ക് തെക്കൻനാട് കരുതി വച്ചിരിക്കുന്ന വജ്രായുധമായിരുന്ന സാക്ഷാൽ ആതിര രാജശേഖരനെ ശ്രീറാം ഏജൻസീസിന് സൂര്യൻ വന്ന തലപ്പക്കം കൊണ്ട് വെല്ലുവിളിച്ചപ്പോൾ തുടങ്ങിയ പോരാട്ട മാമാങ്കം. അതെ, എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരുവനായിരുന്ന ആതിര രാജശേഖരൻ എന്ന ഇന്നത്തെ ചെർപ്പളശ്ശേരി രാജശേഖരന് ആയിരക്കണക്കിന് ആരാധകരെ സമ്മാനിച്ച നാടാണിവിടം. കണ്ടുനിന്നവർക്ക് ആവേശമായി കരിയുടെ ശൗര്യം കത്തിക്കയറിയപ്പോൾ മതിമറന്നൊരു നാടും ഉത്സവവാശിയോടെ ഈ നാട്ടുകാരും ഒത്തുകൂടിയ മണ്ണ്. അതെ, ഇത് ഇളംകാവിന്റെ മണ്ണ്, ഇളംകാവിലമ്മയുടെ മണ്ണ്. മഹാദേവൻ, ആകാവിള വിഷ്ണുനാരായണൻ, പേരൂർ ശിവൻ, പെരിങ്ങല്ലിപ്പുറം അപ്പു, പട്ടാമ്പി മണികണ്ഠൻ, വേണാട്ടുമറ്റം ഗോപാലൻകുട്ടി, ഉണ്ണിപ്പിള്ളിൽ ഗണേശൻ, വൈലാശ്ശേരി അർജുനൻ, ഉഷശ്രീ ശങ്കരൻകുട്ടി, തിരുവാണിക്കാവ് രാജഗോപാലൻ, ഗുരുവായൂർ ദേവസ്വം ബാലകൃഷ്ണൻ, ഗുരുവായൂർ നന്ദൻ, പുതുപ്പള്ളി കേശവൻ, തൃക്കടവൂർ ശിവരാജു തുടങ്ങിയ ആനകളെ അതാത് സമിതികൾ ഈ ക്രമത്തിൽ ഈ ക്ഷേത്രത്തിന്റെ കിഴക്ക് വശത്ത് ഒരുക്കിയിരിക്കുന്ന ക്ഷേത്രാങ്കണത്തിലേക്ക് കയറ്റി നിർത്തുവാൻ അതാത് സമിതികളോടും അറിയിച്ചു കൊള്ളുകയാണ്.
നാടും കടന്നു വന്ന ഇത്തിത്താനത്തിന്റെ മണി ഇന്ന് വിസ്മയമായി നിറയുന്നു കൂട്ടരെ ആനച്ചന്തം. ദേശദേശാന്തരങ്ങൾ കടന്ന് ആവേശം നുകരാൻ പുരുഷാരം ഒഴുകിയെത്തുന്ന നാടിന് പറയുവാനുണ്ടൊരു ചരിത്രം. തലപ്പൊക്ക വേദികൾക്ക് തെക്കനാട് കരുതി വച്ചിരുന്ന വജ്രായുധം സാക്ഷാൽ ആതിര രാജശേഖരനെ ശ്രീറാം ഏജൻസീസിന്റെ സൂര്യൻ വന്ന് തലപ്പൊക്കം കൊണ്ട് വെല്ലുവിളിച്ചപ്പോൾ തുടങ്ങിയ പോരാട്ട മാമാങ്ക ഭൂമി. എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരുവനായിരുന്ന ആതിര രാജശേഖരൻ എന്ന ഇന്നത്തെ ചെർപ്പളശ്ശേരി രാജശേഖരൻ ആയിരക്കണക്കിന് ആരാധകരെ സമ്മാനിച്ച നാടാണിവിടം. കണ്ടുനിന്നവർക്ക് ആവേശമായി കരിയുടെ ശൗര്യം കത്തിക്കയറിയപ്പോൾ മതിമറന്നൊരു നാടും ഉത്സവവാശിയോടെ ഈ നാട്ടുകാരും ഒത്തുകൂടിയ മണ്ണ്. അതെ, ഇത് ഇളംകാവിന്റെ മണ്ണ്, ഇളംകാവിലമ്മയുടെ മണ്ണ്. കാലം പോരാട്ടത്തിന്റെ പോർച്ചുരുകയ്ക്ക് മൂർച്ച കൂട്ടിയപ്പോൾ ഏക്കത്തുകയുടെ മായാജാലങ്ങൾക്ക് അതീതമായി ചങ്ങല കണ്ണികൾ വരെ വാശിയോടെ പോരാടിയതാണ് ഇവിടുത്തെ ചരിത്രം. ആന കേരളം കണ്ട എക്കാലത്തെയും മികച്ച ഉയരക്കേമൻ സാക്ഷാൽ കണ്ടംപുള്ളി ബാലനാരായണന്റെ തേരോട്ടം ഏതു കടിഞ്ഞാണിട്ടാലും പിടിച്ചു നിർത്താൻ കഴിയാത്ത കാലത്തും ഒന്നിനൊന്ന് മികച്ച എതിരാളികൾ വന്ന് ഇവിടെ അടരാടിയതാണ് ചരിത്രം. ഉയരം കൊണ്ട് ഉലകം കവർന്ന പേരാമംഗലത്തെ രാമനും ഉയർന്നു നിന്നാൽ ഉശിരൻ താനെന്ന് തെളിയിച്ച് മനുഷ്യരിയിലെ കർണനും പരസ്പരം പയറ്റിയ മണ്ണാടിവിടം. അതെ, ഇതിളങ്കാവിന്റെ മണ്ണ്, പൊന്നിളങ്കാവിലമ്മയുടെ മണ്ണ്. ഏകഛത്രാധിപതി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനും ഉത്സവ കേരളത്തിന്റെ ഒരേ ഒരു ഉലക നായകൻ നിലവിന്റെ കുലപതി മംഗലാംകുന്ന് കർണനും തോളോട് തോൾ ചേർന്ന് മത്സരിച്ച മണ്ണ്. രാമൻ രാജാവായിരുന്നുവെങ്കിൽ ആ രാജാവിനെയും വിറപ്പിച്ച ചരിത്രമുണ്ട് ഇവിടെ ആ തമ്പുരാന്. ഇതിഹാസം എന്ന നാലക്ഷരം എങ്ങനെ പിറന്നുവെന്നതിന്റെ ഉത്തരമായിരുന്നു അവന്റെ നാമധേയം. അതെ, ഇത് സാക്ഷാൽ ഉലക നായകൻ മംഗലാംകുന്ന് കർണൻ നിറഞ്ഞാടിയ മണ്ണ്. നീ എനിക്കൊത്ത എതിരാളി എന്നതിന് രാമനും പറയാതെ പറഞ്ഞത് ഇവിടെയാണ്. ആർക്കു മുന്നിലും അടിയറവ് വയ്ക്കാത്ത തന്റെ ശൈലി കൊണ്ട് രാജാവായ ഏകഛത്രാധിപതി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ നിറഞ്ഞാടിയ മണ്ണ്. ഇന്നും പൂരമലയാളത്തിന്റെ രാജാവായി വാഴുന്ന തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പട്ടാഭിഷേകം ചൂടിയ മണ്ണ്. ഗജരാജരത്നപട്ടം കരസ്ഥമാക്കിയ പൊന്മണ്ണ്. ഈ വർഷവും കടന്നു വരുമ്പോൾ ഇതാ ഇത്തവണ കൂട്ടിനായി അവതരിക്കുന്ന ഒരു നാടൻ കൊമ്പനാന. നാട്ടാന മലയാളത്തിന്റെ ഹൃദയത്തിൽ വേറിട്ട സ്ഥാനം അലങ്കരിക്കുവാൻ പോകുന്ന സൗന്ദര്യമുള്ള എണ്ണം പറഞ്ഞ കൊമ്പൻ ഔഷധേശ്വരിയായ നെല്ലിക്കാട്ട് മഹാദേവിയുടെ മാനസപുത്രൻ കളഭകേസരി നെല്ലിക്കാട്ട് മഹാദേവൻ സേവാസമിതിയുടെ കൈകൾ പിടിച്ചുകൊണ്ടിതാ കടന്നു വരികയാണവൻ. നാട്ടാന മലയാളത്തിൽ ശ്രീകൃഷ്ണ സേവാ സമിതിയുടെ കൊമ്പനായി ഈ വർഷം ചുവടുവെച്ച് വരുന്നവൻ ഇതാ കടന്നു വരികയാണ്. ഔഷധേശ്വരിയുടെ നെല്ലിക്കാട്ട് മഹാദേവിയുടെ മാനസപുത്രൻ കളഭകേസരി നെല്ലിക്കാട്ട് മഹാദേവൻ. ഈ വർഷവും കടന്നു വരുമ്പോൾ ഇത്തവണ കൂട്ടിനായി അവതരിക്കുകയാണ് ഒരു നാടൻ കൊമ്പനാന. നാട്ടാന മലയാളത്തിന്റെ ഹൃദയത്തിൽ വേറിട്ട സ്ഥാനം അലങ്കരിക്കുവാൻ പോകുന്ന സൗന്ദര്യമുള്ള എണ്ണം പറഞ്ഞ കൊമ്പൻ ഔഷധേശ്വരിയായ നെല്ലിക്കാട്ട് മഹാദേവിയുടെ മാനസപുത്രൻ കളഭകേസരി നെല്ലിക്കാട്ട് മഹാദേവൻ. തന്റെ സാരഥി അനൂപിന്റെ കയ്യും പിടിച്ചുകൊണ്ട് ആവേശത്തിന്റെ ആഘോഷഭൂമിയിലേക്ക് കടന്നു വരുന്നു ശ്രീകൃഷ്ണ സേവാ സമിതിയുടെ ഈ വർഷത്തെ കൊമ്പനാന. ആളും ആരവങ്ങളും നിറയുന്ന ആഘോഷവേളയിൽ തനത് സഖ്യ സൗന്ദര്യം കൊണ്ട് താരമാകുന്നവൻ നിലമ്പൂർ കാടുകൾ മലയാള മണ്ണിന് പകർന്ന നായകന്മാർക്കിടയിലെ വേറിട്ട സഖ്യ സൗന്ദര്യം നാഥയായി കാണുന്ന ദേവിയെ കരമുയർത്തി തൊഴിലുകൊണ്ട് ശ്രീകൃഷ്ണ സേവാ സമിതിക്കൊപ്പം കടന്നു വരികയാണവൻ. ഇരുമാറും രുദ്രാക്ഷവും ശിരസിൽ വെൺകൈയും ശിരസിൽ ചൂടിയ മഹാദേവന്റെ നാമധാരി മലയാള മണ്ണിന്റെ വിരിമാറി അഴക് നിറച്ചാടുന്ന ലക്ഷണോത്തമനായ
സഖ്യപുത്രൻ കുട്ടകളിൽ കളിച്ചത് അലങ്കാരമായി പലനാടും കീഴടക്കിയ ചരിത്രമുള്ളവൻ സ്വർണ്ണവർണ്ണ സ്വരൂപിണിയായും നെല്ലിക്കാട്ട് ഭഗവതിയുടെ മാനസപുത്രൻ മാതംഗ ശ്രീമാൻ നെല്ലിക്കാട്ട് മഹാദേവൻ. ദക്ഷിണ മലയാളത്തിന്റെ തമ്പുരാൻ കുട്ടി പൊൻപുഴ യുവജന സമാജത്തിന്റെ പൊന്നാന ചന്തമായിട്ടിതാ ഈ ചരിത്ര ഭൂമിയിൽ ചുവട് വയ്ക്കുകയാണവൻ. ആന കേരളത്തിന്റെ അകതാറിലേക്ക് തെക്കൻ മലയാളം തൊടുക്കുന്ന മറ്റൊരു ബ്രഹ്മാസ്ത്രം, തെക്കിന്റെ യുവവജ്രായുധം മുരഹരി പ്രിയൻ ആക്കാവിള വിഷ്ണു നാരായണൻ. ഇതാ കടന്നു വരികയാണവൻ പൊൻപുഴ യുവജന സമാജത്തിന്റെ പൊന്നാന ചന്തമായി ആക്കാവിള വിഷ്ണു നാരായണൻ. കൊണ്ടുവരികയാണവനെ ധീര യുവത്വത്തിന്റെ തുറുപ്പുചീട്ടെന്ന പേരും പെരുമയും കൂടി ആരവങ്ങളോട് വളരുന്ന ആക്കാവിളയിലെ ആൺകുട്ടി വളരുന്ന പ്രായത്തിൽ വജ്രായുധമാക്കി മാറ്റുവാൻ വന്ന എണ്ണം പറഞ്ഞ യുവചട്ടക്കാരൻ ആന കേരളത്തിന്റെ സ്വന്തം മാമ്പിയുടെ കൈയും പിടിച്ചുകൊണ്ടില്ല ഭഗവാന്റെ വെള്ളിവേൽ തിരുമുദ്ര കണ്ഠാഭരണമായി ചൂടിയ ആൺകുട്ടി വില്ലന്മാർ വരെ മുട്ടുകുത്തുന്ന കൊല്ലത്തിന്റെ മണ്ണിൽ നിന്നും ഉത്സവ കേരളത്തിന്റെ ആവേശമായി വളരുന്ന യുവരാജാവ് വടക്കൻ മണ്ണിന്റെ മടിത്തട്ടിൽ പിറവികൊണ്ട് വശ്യമായ സൗന്ദര്യത്തിന്റെ ആവിർഭാവം ചൂടി വാഴുന്ന ആൺകുട്ടി വരികയാണ്. വൈക്കത്തപ്പന്റെ മണ്ണിലെ വൈക്കത്തഷ്ടമിയും കൂടി വശ്യ സൗന്ദര്യം ഊട്ടിയുറപ്പിച്ചവൻ, പൂർണ്ണവേദപുരിയുടെ വിരിമാറിൽ ഇഴകിന്റെ അർത്ഥപൂർവ്വത രചിച്ച് ശീലിച്ചവൻ, താരങ്ങൾ മാത്രം അണിനിരക്കുന്ന തുറകളിൽ യുവതാരപ്രഭയുടെ അവസാനമാക്ക് ഇതാ പെരുമയാർന്ന ഇടനീളത്തിന്റെ പെരുമയിൽ പെരുന്നാവേളായുധന്റെ ശീവേലയിൽ ഉപയോഗിച്ച് തുടക്കം കുറിച്ചവന്റെ വരവ് തിരുനക്കരയുടെ പടിക്കെട്ടുകളിൽ പെരുമാറുന്ന സൗന്ദര്യം പെരുമ നിറച്ചവൻ, ഉലകം വയറുന്ന കാട്ടികളുടെ പെരുമകൾക്ക് മുന്നിൽ ചരിത്രം രചിക്കുന്ന യുവരാജാവിതാ വരികയാണ്. ഈ ക്ഷേത്രാങ്കണത്തിലേക്ക് ആളുകളെ കയറ്റിവിടേണ്ടതാണ് എന്ന് വീണ്ടും അറിയിക്കുകയാണ്. ദേവസ്വം കൊമ്പനായി ഇത്തിത്താനം ഗജമേളയിലേക്ക് വരികയാണവൻ. ശ്രീ മഹാദേവിയായ ഇളങ്കാവിലമ്മയ്ക്ക് നിത്യസേവ ചെയ്യുവാൻ നിയോഗം കിട്ടിയ യുവരാജാവ്, ഭുവനേശ്വരിയായി നാടുകാക്കുന്ന പെരിങ്ങല്ലിപ്പുറത്തമ്മയുടെ മാനസപുത്രൻ, യൗവന രാജപ്രജാപതി പെരിങ്ങല്ലിപ്പുറം അപ്പോ. ഇതാ യുവരാജാക്കന്മാരുടെ പുതിയ കാലം സമാഗതമാകുമ്പോൾ ശ്രീ മഹാദേവി കാവടി സംഘം അഭിമാനമായി ഇറക്കുന്ന താരങ്ങളിൽ മൂന്നാമൻ. ആണുങ്ങൾ പിറവികൊണ്ട കന്നഡ മണ്ണിൽ ആന കേരളത്തിന്റെ ആവേശത്തിനായി ഭൂജാതനായവൻ, കരുനെല്ലൂരമ്മയുടെ കരിവീര തിരുമകൻ, ഭഗവതി പ്രിയ മാതംഗ സൂര്യൻ, യുവ കലിയുഗ മന്നാടിയാർ, മാതംഗ മാണിക്യം, പേരൂർ ശിവൻ.
പേരൂർ ശിവൻ. ഇതാ വരികയാണവനും ഇഭകുല ചേകവന്മാരുടെ ചെവിയാട്ടത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഇതിഹാസ ഭൂമിയിലേക്ക് ഇനി ഇതാ അവതരിക്കുകയാണ്. വടക്ക് പട്ടാമ്പി കടന്നൊരു താരസുന്ദരൻ. പട്ടാമ്പി പടിഞ്ഞാറേ മഠത്തിന്റെയും പട്ടാമ്പിയുടെ നാഥനായ ഗുരുവായൂരപ്പന്റെയും ആരോഗ്യപുത്രൻ, മലബാർ ദേവസ്വം ബോർഡിന്റെ മാനന്ദപുത്രൻ, മാതംഗ സഖ്യകുലപതി, പട്ടാമ്പി പടിഞ്ഞാറേ മഠം മണികണ്ഠൻ. കുട്ടികൾ വേറിട്ട സ്ഥാനം വഹിച്ചിട്ടുള്ള മണ്ണിലേക്ക് ഇതാ ചെമ്പുചിറ യുവജന സമാജം ഈ വർഷം കൊണ്ടുവരികയാണവനെ. ഇവൻ ചരിത്രമുറങ്ങുന്ന പാലായുടെ മണ്ണിൽ നിന്നും പ്രൗഢിയുടെ സിംഹാസനങ്ങൾ കീഴടക്കി നിന്നവൻ ഗജകേസരി വേണാട്ടുമച്ചം ഗോപാലൻ കുട്ടി. തന്റെ ആവേശം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ഉന്നതികളെ സ്വീകരിക്കുവാൻ സാരഥി ജയന്റെ കയ്യും പിടിച്ചവതരിക്കുകയാണവൻ. ആരെന്ന ചോദ്യത്തെയെല്ലാം നിഷ്പ്രഭമാക്കുവാൻ ആണത്തം തന്റെ കയ്യിലുണ്ടെന്ന് തെളിയിച്ചവൻ. പകിട്ടം പ്രൗഢിയും ഇരട്ടിയാക്കി അരങ്ങുവാഴുന്ന അക്ഷരനഗരിയിലെ താരങ്ങളിൽ വേറിട്ട മഹിമകൾ ചൂടിയവൻ. നെറ്റിപ്പട്ടത്തോടൊപ്പം പക്കപടത്തിനെയും ജീവിതത്തിൽ താരമുണ്ടെന്ന് തെളിയിച്ച പാലായുടെ മണ്ണിലെ താരനായകൻ. ആരാധകരെ തന്റെ സൗന്ദര്യത്തിൽ ചേർത്ത് നിർത്തി ആവേശം കൊള്ളിക്കുവാൻ കച്ചകെട്ടിക്കിറങ്ങിയ താരങ്ങളിൽ പ്രമുഖൻ. ഇതിഹാസങ്ങൾ പിറവികൊണ്ട ഇന്ത്യത്താനത്തിന്റെ പൊന്മണ്ണിലേക്ക് മുട്ടുചിറ ദേവി വിലാസം ഭജന സമിതിയുടെ കയ്യം പിടിച്ചിരിത അവതരിക്കുകയാണ് പാലായുടെ പാലകാവ്യം. ഇടനാടിന്റെ ഐതിഹാസിക ഭൂമിയിൽ നിന്നും ഇഭരാജ മലയാളത്തിന്റെ അഭിമാന താരമായ ധീരകേസരി മണ്ണിൽ നിന്നും പ്രൗഢിയുടെ പടിക്കെട്ടുകൾ കയറി പൂരമലയാളത്തിന്റെ ഹൃദയം കീഴടക്കിയ വീരഗജശ്രേഷ്ഠൻ തന്റെ പ്രിയ സാരഥി മെഡിക്കൽ കോളേജ് അപ്പുവിന്റെ കയ്യും പിടിച്ചുകൊണ്ട് മുട്ടുചിറ ദേവി വിലാസം ഭജന സമിതിക്കായി കടന്നു വരികയാണ്. ഉത്തര ഭാരതത്തിന്റെ മലയാളത്തിന്റെ മടിക്കെട്ടിലേക്ക് കടന്നു ഉന്നതികളെ തന്റെ നാമം കുറിച്ചിട്ടവൻ. ആരാധകർക്കിടയിൽ തരംഗമായി മാറിയവൻ. ഒരു കാലത്തെ ആഘോഷങ്ങളിൽ ആനക്കോട്ടയും തോട്ടുപിടിച്ച ഉണ്ണിപ്പിള്ളിൽ ഗജനരിയുടെ ഇന്നത്തെ തലയെടുപ്പ് ഇവൻ ആ കേരളത്തിന്റെ തലമുറകളിൽ ആനക്കൊമ്പത്തിന് വിട്ടുമാറി വളർത്തിയവരിൽ മുൻനിരക്കാരൻ. ഇടനാടിന്റെ മടിത്തട്ടിൽ നിന്ന് ചരിത്രത്തിലേക്ക് തന്നെ പാദമൂന്നിയ ഗജദുർഗി. ഇതാ ഏഴര പൊന്നാനകൾക്ക് നാഥനായ ഏറ്റുമാനം വർദ്ധിച്ച സ്ഥാനങ്ങൾക്ക് അനുഗ്രഹിച്ചവൻ. ഉത്രയാറക്കന്റെ പുണ്യഭൂമിയിലെത്തി ഉത്രയാറിൽ എഴുന്നള്ളി ചരിത്രം കുറിച്ചവൻ. ഗജസാമ്രാട്ട് ഉണ്ണിപ്പിള്ളിൽ ഗണേശൻ. ആവേശത്തിന്റെ പ്രതിഫലമായി അവതരിച്ച കൊണ്ട് താരചക്രവർത്തി. ആരെന്ന് ചോദിച്ചാൽ ഞാനെന്ന് പറയാൻ എന്ന അവകാശത്തിന്റെ ചങ്കൂറ്റ മകനാറിൽ സൂക്ഷിക്കുന്നവൻ. ആന കേരളത്തിന്റെ നിലമ്പൂരാൻ പാർത്ഥസാരഥിപ്രിയൻ കാളിപുത്രൻ വൈലാശ്ശേരി അർജുനൻ. ചരിത്രനായകൻ
ഗുരുവപ്പന്റെ ചാരത്തെ എന്തിനും വന്ന കൊമ്പനാന സാക്ഷാൽ ഏകരുദ്ര പ്രജാപതി ത്രിലോക ചക്രാധിപതി ഗജതിലകം ഏറ്റുമാനൂർ ഉഷശ്രീ ശങ്കരൻ കുട്ടി ദേവി കാവടി സംഘത്തിന്റെ കൊമ്പനാന ഇതാ കടന്നു വരികയാണവൻ. സംഹാര രുദ്രമൂർത്തിയെ സദാനിത്യം പ്രണമിച്ച് ആന കേരളത്തിന്റെ അഭിമാനമാകുന്ന ശങ്കരൻ കുട്ടിയുടെ വരവ്. ഇവൻ ആന കേരളത്തിന്റെ അഭിമാനവും അക്ഷരനഗരിയുടെ അലങ്കാരവുമായി മാറി ആരാധകർക്ക് ആവേശം പകർന്ന ചരിത്രമുള്ളവൻ. വീരന്മാരുടെ പാദമുദ്രകൾ വിസ്മയത്തിന്റെ ചരിത്രം പറയുന്ന അക്ഷരനഗരിയുടെ ഉഗ്രപ്രതാപി വരികയാണ്. തന്റെ പ്രിയ സാരഥി അരൂർ പ്രവീണിന്റെ കയ്യം പിടിച്ചുകൊണ്ട് കാലത്തിന്റെ ആവേശത്തെയും കരുത്തുറ്റ ചരിത്രത്തെയും തന്റെ വീരപ്പെരുമയ്ക്ക് കൂടെ കൂട്ടിയവൻ. എഴുതപ്പെട്ട ചരിത്രങ്ങളിലെല്ലാം ഇതിഹാസമായി തന്നെ തന്റെ നാമം മുഴങ്ങണമെന്ന വാശിയുള്ളവൻ. വടക്കൻ പടക്കളം കടന്നു വന്ന വശ്യസുന്ദര മലയാളത്തിന്റെ ഹൃദയത്തിൽ കൂടുകൂട്ടി ഉത്തരേന്ത്യൻ ചക്രവർത്തി. ഇവൻ ആന കേരളത്തിന്റെ അഭിമാന പൗരുഷം കാത്തു സൂക്ഷിക്കുന്ന ആരവങ്ങളുടെ പ്രജാപതി സാക്ഷാൽ ഏകരുദ്ര പ്രജാപതി ഗജതിലകം ഉഷശ്രീ ശങ്കരൻ കുട്ടി. വരികയാണ് ശ്രീ മഹാദേവി കാവടി സംഘത്തിന്റെ അഭിമാന നായകത്തെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ഇവിടെ പോരാട്ടത്തിന്റെ പുതുമ നിറയ്ക്കുവാൻ, ചങ്കൂറ്റം എന്ന വാക്കിന് പകരം വയ്ക്കുവാൻ ശങ്കരൻകുട്ടി എന്ന നാമധേയം മാത്രം മതിയെന്ന് മാലോകത്തിന് പറഞ്ഞുകൊടുത്ത സാക്ഷാൽ ഏകരുദ്ര പ്രജാപതി ത്രിലോക ചക്രാധിപതി ഗജതിലകം ഏറ്റുമാനൂർ ഉഷശ്രീ ശങ്കരൻ കുട്ടി. യുവജന സമാജം, അതെ, അമ്പലക്കോടി യുവജന സമാജത്തിന്റെ തമ്പുരാക്കന്മാർ വരമറിയിച്ചുകൊണ്ടിതാ വലതുകാൽ വച്ച് വരികയാണ്. പൂരനഗരിയുടെ താരസൂര്യൻ, പൂരനഗരിയുടെ പെണ്ണ് തമ്പുരാട്ടിയാകും ഒല്ലൂർ തിരുവാണിക്കാവിലമ്മയുടെ ആരോമൽ പുത്രൻ സാക്ഷാൽ കലിയുഗ സഖ്യ പ്രതാപി കളഭകേസരി ഗജപത്മൻ ഒല്ലൂക്കര തിരുവാണിക്കാവ് രാജഗോപാലൻ. ഇവൻ ഐശ്വര്യ ദേവതയായി ഒല്ലൂർ തിരുവാണിക്കാവിൽ വാടുന്ന രാജരാജേശ്വരിയുടെ ആരോമൽ പുത്രൻ. അഴകിന്റെ ദേവാസുര ഭാവങ്ങളെ ആന കേരളത്തിന് സമ്മാനിച്ച വേറിട്ട സൗന്ദര്യം വരികയാണ്. പൂരനഗരിയുടെ മുഖശ്രീയും തിരുവാണിക്കാവിലമ്മയുടെ അരുമക്കിടാവുമായ ആൺകുട്ടി. അക്ഷരം തെറ്റാത്ത ചങ്കൂറ്റമുള്ള ആന കേമന്മാർക്ക് മടിത്തട്ടിൽ പിറവി കൊടുത്ത നിലമ്പൂർ കാടിന്റെ വരദാനം. മടിയില്ലാത്ത വസന്തമായി പൂത്തുലയുവാൻ വടക്കുന്നാഥന്റെ മണ്ണിലേക്ക് പാലക്കാടും കടന്നു വന്നവൻ. യേശുവെന്ന മഹാമഹത്തിന് പങ്കുചേർന്ന് പൂരനഗരിയുടെ അഭിമാനം കാത്തവരിൽ ഇന്നിന്റെ കഥാനായകൻ. അതെ, കാതലുള്ള കൊമ്പന്മാർക്കൊപ്പം കളിച്ചു വളർന്നവരുടെ ശൈലിയിൽ കരുത്തുറ്റ വീരന്മാർക്കൊപ്പം പോരാടി ഗജപത്മം ഒല്ലൂർ തിരുവാണിക്കാവ് രാജഗോപാൽ. ശ്രീഭദ്ര സേവാ സമിതിയുടെ വീരന്മാർ ഗുരുവായൂരിൽ നിന്നും നായകന്മാരെ തന്നെ കൊണ്ടുവരുമ്പോൾ ഇതാ അവതരിക്കുന്ന കുന്നത്തൂർ കോട്ടയിലെ എണ്ണം പറഞ്ഞ സംഘ സൗന്ദര്യം. ഗുരുവായൂർ അമ്പാടി കണ്ണന്റെ മടിത്തട്ടിലെ സൗന്ദര്യ തേജസ്, കുന്നത്തൂർ കോട്ടയിലെ ഗന്ധർവൻ ഗുരുവായൂരപ്പന്റെ പെണ്ണുണ്ടി നാരായണ പ്രിയൻ ഗുരുവായൂർ ദേവസ്വം ബാലകൃഷ്ണൻ. ദേവസ്വം ബാലകൃഷ്ണൻ ഇതാ ലാലേട്ടന്റെ കയ്യം പിടിച്ച് ബാലേട്ടന്റെ മറവ്. അകത്തു നിന്നവർക്കെല്ലാം അർത്ഥപൂർണമായ മറുപടി കൊടുത്ത് ശ്രീ ഗുരുവായൂർ
നന്മകൾ നൽകുന്ന നാരായണന്റെ നന്ദാവനത്തിലെ കൊമ്പനാന, നാരായണന്റെ വാത്സല്യം മരമായി ചൂടിയ നാരായണ പ്രിയൻ, നടയിരുന്ന നാൾ മുതൽ നായകത്വത്തിന്റെ ശൈലികൾ അലങ്കാരമാക്കുവാൻ ഒരുങ്ങിയവൻ, കുന്നത്തൂർ കോട്ടയുടെ വിരുമാറിൽ നിന്നും ഉത്സവ മലയാളത്തിന്റെ മടിത്തട്ടിൽ പുതുമയുടെ ചരിത്രം കുറിച്ചവൻ, പൂരം എരിയുന്ന പൂരനഗരിയിലേക്ക് താരനായകത്വത്തിന്റെ തിരമ്പേറ്റി കടന്നു ചെല്ലാൻ ഒരുങ്ങുന്നവൻ, ശ്രീ ഗുരുവായൂരപ്പന്റെ കളിത്തേടനായ കൊമ്പനാന നാരായണ പ്രിയൻ ഗുരുവായൂർ ദേവസ്വം ബാലകൃഷ്ണൻ. ഭദ്ര സേവാ സമിതിയുടെ കയ്യും പിടിച്ച് ഗുരുവായൂരിൽ നിന്നൊരു നായകൻ വരികയായി. ശ്രീഭദ്ര സേവാ സമിതി ഗുരുവായൂരിൽ നിന്നും കൊണ്ടുവരുന്ന എണ്ണം പറഞ്ഞ ഗജപ്പിറവി, ഇവൻ ശ്രീ ഗുരുവായൂരപ്പന്റെ മണ്ണിലെ ശ്രീത്വമുള്ള നേർരൂപമായ സൗമ്യ ശ്രീമാൻ, അഴകും ആകാരവും ആവേശ പെരുമകളും നൽകി ഭഗവാൻ അനുഗ്രഹിച്ച കൊമ്പനാന, ശ്രീ ഗുരുവായൂരപ്പന്റെ നന്ദനാന, സഖ്യരാജകുലപതി പൂരനായകൻ നാരായണ പ്രിയൻ ഗുരുവായൂർ ദേവസ്വം നന്ദൻ. ആനകളിൽ ആനയായിരുന്ന വലിയ പത്മനാഭനും ആനകളിൽ ആണായിരുന്ന ഗുരുവായൂർ കേശവനും ഗുരുവായൂരപ്പന്റെ പത്മനാഭനും വലിയ കേശവനും ശേഷം കുന്നത്തൂർ കോട്ടയുടെ കിരീടവും ചെങ്കോലും ഏറ്റുവാങ്ങിയ രാജാധിരാജൻ ഇതാ തന്റെ സാരഥിമാർ പ്രേംരാജേട്ടന്റെയും അറുമുഖന്റെയും കൈകൾ പിടിച്ചുകൊണ്ട് ഇത്തിത്താനത്തെ ഈ ഭൂമിയിലേക്ക് ആദ്യമായി അവതരിക്കുകയാണവൻ. കാലം 996 ശ്രീ ഗുരുവായൂരപ്പന്റെ തിരുമുന്നിൽ നടയിരുന്ന പുണ്യം, മൈസൂർ ചന്ദനം തോൽക്കുന്ന മതഗിരി അഴകുമായി മലയാള മണ്ണിന്റെ മടിത്തട്ടിൽ കാലുകുത്തിയവൻ, കന്നടക്കാടിന്റെ മടിത്തട്ടിൽ പിറവികൊണ്ട് ഗുരുവായൂരത്തി നാടൻ ചിട്ടവട്ടങ്ങൾ അഭ്യസിച്ചവൻ, മറ്റൊന്നും മടങ്ങാതെ മറ്റൊന്നും നീങ്ങാതെ മറ്റൊരു പേരും ചൂടാതെ ഗുരുവായൂരപ്പനായി മാത്രം പിറവികൊണ്ടവൻ വരികയാണ് കൂട്ടരെ. യേശുയുടെ ഭാരക്കേമനായി പേരും പെരുമയും കേട്ട നന്ദനാന, ശാന്തരിൽ ശാന്തനായി ശാന്ത സ്വഭാവത്തിന്റെ മൂർത്തിഭാവമായി കുന്നത്തൂർ കോട്ടമാടുന്ന രാജാധിരാജൻ ശ്രീ ഗുരുവായൂരപ്പന്റെ സ്വർണ്ണ പൊൻകോലം ഒരു വർഷം ഏറ്റവും കൂടുതൽ തവണ ശിരസിലേറ്റുന്നവൻ, പൂരങ്ങളുടെ പൂരം നയിക്കുവാൻ നായകനെ തെരഞ്ഞെടുത്തപ്പോൾ പാറമേക്കാവിലമ്മ തെരഞ്ഞെടുത്ത ഉത്തമ മസ്തകം, ആണുങ്ങളിൽ ആണുങ്ങൾ അണിനിരക്കുന്ന തേക്കിൻകാട്ടിറക്കത്തിൽ പാറമേക്കാവിന്റെ തെരമ്പേറ്റി പ്രൗഢിയുള്ള കൊമ്പനാന വരികയാണ് കൂട്ടരെ. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഇത്തിത്താനത്തിന്റെ മണ്ണിലേക്ക് ശ്രീ ഗുരുവായൂരപ്പന്റെ കളപ്പക്കുറിയണിഞ്ഞ കാലത്തെ തന്നെ കാൽക്കീഴിൽ ഭരിക്കുന്ന നന്ദകുമാരൻ, നന്ദനന്ദനായ ഗുരുവായൂരപ്പന്റെ നന്ദകിശോരൻ നാരായണ പ്രിയൻ പൂരനായകൻ ഗുരുവായൂർ ദേവസ്വം നന്ദൻ. ഇവൻ ആറാളാൻ എഴുന്നള്ളുന്ന ശ്രീ ഗുരുവായൂരപ്പന് പഞ്ചലോഹത്തിടമ്പിൽ ഇരിപ്പിടമൊരുക്കുന്നവൻ, പൂരങ്ങളുടെ പൂരത്തിന് പാറമേക്കാവ് വിഭാഗത്തിന്റെ പൂരനായ
സാക്ഷാൽ ഗജഭീമൻ പുതുപ്പള്ളി കേശവൻ. ഈ
വൈവിധ്യമാർന്ന വേദികളുടെയും പകരം വയ്ക്കാനില്ലാത്ത ആവേശം വരികയാണ്, കടന്നു വന്നിരിക്കുകയാണ് മക്കളെ. താരനായകത്വത്തിന്റെ ഗണപതി തേടിയെത്തിയവർക്കെല്ലാം കോടി സൂര്യപ്രഭ കൊടുക്കുവാൻ പെണ്ണും പൂങ്കാവനത്തിന്റെ മടിത്തട്ടിൽ വീരപിറവി കൊണ്ടവൻ ശരണാഗത പാതയിൽ നിന്നും ശബരീശനോട് വിടചൊല്ലി കോന്നിയുടെ മടിത്തട്ടിലെ രാജകുമാരനായവൻ മുട്ടാൻ വന്നവർക്കെല്ലാം തൊട്ടാൽ കൊള്ളുന്ന ചരിത്രം സമ്മാനിച്ച ചന്തമുള്ള കൊമ്പനാന, തങ്കം തോൽക്കുന്ന പ്രൗഢിയും തിങ്കൾ തോൽക്കുന്ന ചന്തവും തികഞ്ഞ തൃക്കടവൂരപ്പന്റെ കൊമ്പനാന, തിരുവയ്ക്കപ്പന്റെ തങ്കത്തിടമ്പത്തിൽ നിയോഗത്തിന്റെ നല്ല നാളുകളിലേക്ക് വലതുകാൽ വച്ചിറങ്ങിയവൻ തികമാർന്ന രീതികളും തികഞ്ഞ ശൈലികളും കണ്ട് ചരിത്രം തന്റെ പേരിൽ കുറിച്ച തിരുവിതാംകൂറിന്റെ നായകൻ, പൂരങ്ങളുടെ നാട്ടിൽ പോയി പാറമേക്കാവ് ഗജനിരുന്ന് വടക്കൻ മണ്ണിലേക്ക് തന്റെ വരവറിയിച്ചവൻ, പൂരം തുറന്ന് ആറാട്ടുപുഴയിൽ പൂർണ്ണ പ്രൗഢിയാൽ എഴുന്നള്ളി ആശ്ചര്യത്തിന്റെ അധ്യായം രചിച്ചവൻ, പൂർണ്ണതകളുടെ അധിപനാണെന്ന ചോദ്യത്തിന് ചീരംകുളം പൂരം കൊണ്ടുത്തരം കൊടുത്തവൻ, ഇതാ കാണാൻ കൊതിച്ചവർക്കെല്ലാം കരുത്തിന്റെ ആനച്ചന്തം പകർന്ന് കാശിനാഥ പ്രിയൻ ഏകസഖ്യ ശ്രേഷ്ഠാധിപതി ഗജരാജ രത്നം തൃക്കടവൂർ ശിവരാജു. ആനകളെ ഉത്സവപ്പറമ്പിൽ നിർത്തുന്ന രീതിയും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് വീണ്ടും അമ്മയുടെ മുന്നിൽ ഒരു ഗജരാജരത്നത്തട്ടം സമർപ്പിക്കുകയാണ്. ഇന്ന് ഈ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ തന്ത്രി സൂര്യകാലടിമന സൂര്യൻ ജയസൂര്യൻ തകരിപ്പാട് അവരുകളാണ്. സൂര്യകാലടിമന ബഹുമാനപ്പെട്ടവരെ, 2025 ഇത്തിത്താനം ഗജമേള ഇവിടെ സമാപിക്കുകയാണ്. പൊന്നിളങ്കാവിലമ്മയുടെ തിടമ്പേറ്റുവാൻ യോഗ്യത നേടിയിരിക്കുന്ന ആനയായിട്ട് ശ്രീ മഹാദേവ യുവജന സമാജം ചിറവമുട്ടം ഇവിടെ അവതരിപ്പിച്ച തൃക്കടവൂർ ശിവരാജു എന്ന ആനയാണെന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ഭക്തലക്ഷങ്ങളെ സാക്ഷി നിർത്തി ദേവസ്വത്തിന് വേണ്ടി പ്രഖ്യാപിക്കുകയാണ്. ഈ വർഷം ഇവിടെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് സൂര്യകാലടി മനയാണ്. നമുക്കറിയാം, നമ്മുടെ ക്ഷേത്രത്തിലെ തന്ത്രി സൂര്യൻ സുബ്രഹ്മണ്യൻ ഭട്ടതിരിപ്പാടാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സൂര്യകാലടി മന കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ മനകളിലൊന്നാണ്. സൂര്യൻ സുബ്രഹ്മണ്യൻ ഭട്ടതിരിപ്പാട് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുമുണ്ട്. അദ്ദേഹം ഇളങ്കാവിലമ്മയുടെ നാമധേയത്തിലൂടെ സമർപ്പിച്ചിരിക്കുന്ന ഗജരാജ രത്ന ബഹുമതി അത് ഈ വർഷം അർഹമാകുന്നത്
തിരുവാണിക്കാവ് രാജഗോപാൽ. ഈ വർഷത്തെ ഗജരാജ രത്നം ബഹുമതിക്ക് അർഹമാകുന്നത് തിരുവാണിക്കാവ് രാജഗോപാൽ. ശ്രദ്ധിക്കുക, ആനകളുടെ ക്രമം. ഈ ക്രമത്തിൽ ആനകളെ എഴുന്നള്ളിപ്പിനായിട്ട് അണിനിരത്തേണ്ടതാണ്. തിടമ്പാന തൃക്കടവൂർ ശിവരാജു, വലത്തേക്കൂട്ട് പുതുപ്പള്ളി കേശവൻ, അതിന് ഇടത്തേക്കൂട്ട് ഗുരുവായൂർ നന്ദൻ, അടുത്ത വലത്തേക്കൂട്ട് ഗുരുവായൂർ ബാലകൃഷ്ണൻ, അടുത്ത ഇടത്തേക്കൂട്ട് തിരുവാണിക്കാവ് രാജഗോപാൽ, അടുത്ത വലത്തേക്കൂട്ട് ഉഷശ്രീ ശങ്കരൻകുട്ടി, ഇടത്തേക്കൂട്ട് വൈലാശ്ശേരി അർജുനൻ, അടുത്ത വലത്തേക്കൂട്ട് ഉണ്ണിപ്പള്ളിൽ ഗണേശൻ, ഇടത്തേക്കൂട്ട് വേണാട്ടുമറ്റം ഗോപാലൻകുട്ടി, അടുത്ത വലത്തേക്കൂട്ട് പട്ടാമ്പി മണികണ്ഠൻ, അടുത്ത ഇടത്തേക്കൂട്ട് പെരിങ്ങേലിപ്പുറം അപ്പു, അടുത്ത വലത്തേക്കൂട്ട് പേരൂർ ശിവൻ, ഇടത്തേക്കൂട്ട് ആക്കാവിള വിഷ്ണുനാരായണൻ, അടുത്ത വലത്തേക്കൂട്ട് നെല്ലിയാക്കാട്ട് മഹാദേവൻ. ഈ ക്രമത്തിൽ ആനകളെ അണിനിരത്തേണ്ടതാണ്. കാഴ്ച ശ്രീബലി ആരംഭിക്കുകയാണ്. ആനകളെ കാഴ്ച ശ്രീബലിക്കായിട്ട് അവിടെ എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഗജരാജ രത്നം ബഹുമതി ഏറ്റുവാങ്ങുന്നതിനായി ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട ആനയെ, തിരുവാണിക്കാവ് രാജഗോപാൽ എന്ന ആനയെ അല്പം മുന്നോട്ട് കയറ്റി നിർത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ വേദിയിൽ വെച്ച് തന്നെ നമ്മുടെ ക്ഷേത്രത്തിലെ തന്ത്രികൂടിയായ സുബ്രഹ്മണ്യൻ ഗജരാജ അക്ഷരങ്ങളെ എന്നുമെന്നും ഇടനെഞ്ചിൽ കൊണ്ടു നടന്ന് കൂടെ നൽകുന്ന പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരൻ എലിഫന്റ് റൈറ്റർ ശ്രീ അഖിൽ ഷാജി അൻപതിൽ, ഒപ്പം ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന ടീം മെമ്പർ എൻ്റെ പ്രിയപ്പെട്ട അനിയൻ ശ്രീ ശ്രീകാന്ത് വൈക്കം.
പരിപാടി ഉണ്ട്. രണ്ടുപേരും ആ പ്രശ്നം തീർത്തില്ല. പിന്നെ എങ്ങനെ വെച്ചാൽ പിന്നെ ഉണ്ടായി എനിക്ക് അതിന് ചോദിക്കാൻ ആളത്തിൻ്റെ വീട്ടിൽ ഞാൻ അങ്ങോട്ട് ഓടക്കൊണ്ടൊക്കെ പലരും നോക്കും നമ്മുടെ കാര്യം നമ്മളാണ്.